ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇങ്ങനെ കുട്ടികളെയൊക്കെ ദ്രോഹിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? നീ ഒരു സ്ത്രീയല്ലേ? ഒരു അമ്മയുടെ വേദന കുറച്ചെങ്കിലും നിനക്ക് മനസ്സിലാവില്ലേ? എന്റെ ജീവിതത്തില് എനിക്ക് വേദനകളില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദനകൾ എന്താന്ന് എനിക്ക് മനസ്സിലാവത്തുമില്ല. എന്നെ ഏൽപ്പിച്ചേക്കുന്ന ജോലി നല്ല കൃത്യമായിട്ട് ഞാനങ്ങ് ചെയ്തു തരും. പോരെ? ശാലിനിയെ ഒഴിവാക്കണം. കളക്ടർ ശാലിനി ആകുമ്പോ വഴി കൊമ്പത്തുനിന്ന് തന്നെ കണ്ടെത്തിയേക്കാം. മത്സരത്തിന്റെ രണ്ടാം റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ മത്സരത്തിൽ പരമ്പരാഗതമായ കേരള ഡിഷസ് ആണ് ഉണ്ടാക്കേണ്ടത്. ഒന്നാം റൗണ്ടിൽ 8 മാർക്ക് വാങ്ങിയ കുടുംബശ്രീ ശാരദയെ നേരിടുന്നത് സത്യഭാമയാണ്. എന്തുകൊണ്ടും കണ്ണിനും കാതിനും കുളിർമയേകുന്ന അവര് രണ്ടുപേരെയും സംബന്ധിച്ച് തീ പാറുന്ന ഒരു മത്സരം തന്നെയാണ് ഇവിടെ ഇപ്പോൾ കാഴ്ചവെക്കേണ്ടത്. കാണികളും ആ ഒരു ഹാങ് ഓവറിൽ തന്നെയാണെന്ന് പറയാം. നമുക്ക് ഇരുവരെയും സ്വാഗതം ചെയ്യാം. പാചകകലയുടെ റാണിപദം അലങ്കരിക്കാൻ പ്രാപ്തിയാകുന്നത് ആര്? നമുക്ക് കണ്ടെത്താം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ. പരിശുദ്ധം കറി മസാല കൂട്ടിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള KPT ഗ്രൂപ്പ് അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ പാചക മാമാങ്കത്തിന്റെ വിജയികളെ കാത്തിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. ഫൈനൽ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുമെന്ന് വിചാരിച്ചിട്ടാണോ അതോ വിധി എങ്ങനെയാണോ, അങ്ങനെ ഒരു നിലപാടാണോ? അവനവൻ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയും അതിലുപരി വിശ്വാസവും ഉണ്ടെങ്കിൽ വിധിയുടെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ. വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫൈനൽ മത്സരമാണ്. ജയപരാജയങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ മത്സരം ജയിക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങൾക്ക് മുന്നിലില്ല. അതുകൊണ്ട് വിധിയെ തള്ളിക്കളയാനൊന്നും ഞങ്ങൾ ഒരുക്കമല്ല. കാരണം വിധിയാ ഞങ്ങളെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ജയിച്ചേ പറ്റൂ. താങ്ക് യു. പരമ്പരാഗത രീതിയിലുള്ള നാച്ചുറൽ ഫുഡ് അത് തന്നെയാണ് ഇരു ടീമുകളും ഇവിടെ ഉണ്ടാക്കി കാണിക്കേണ്ടത്. ഇതും ആദ്യ റൗണ്ട് പോലെ തന്നെ 10ലാണ് മാർക്കിടുന്നത്. മത്സരം തുടങ്ങാനുള്ള സിഗ്നൽ കിട്ടിയാലുടൻ 30 മിനിറ്റാണ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സമയം. അതിനുള്ളിൽ ആവശ്യമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് പാചകം തുടങ്ങിയിരിക്കണം. ഇത് തയ്യാറെടുപ്പ് നടത്തുന്നതിനുള്ള സിഗ്നലാണ്. ഇനിയുള്ളത് 5, 4, 3, 2, 1.
അമ്മായിമ്മയുടെ സൗന്ദര്യം നോക്കിക്കണ്ടിരിക്കാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്കെതിരെ പാര പണിയാനാ. ഞാൻ എന്ത് ചെയ്താലും നീ ജയിക്കാൻ പോകുന്നില്ല. ഞാൻ ജയിച്ചില്ലെങ്കിലും നഷ്ടം എനിക്കല്ല, നിനക്കാ. അതറിയാലോ. പപ്പിമോള് നീ ചെല്ലുമ്പോ അമ്മയെന്ന് വിളിച്ച് ഓടി വരണമെങ്കിൽ സുസ്മിത കനിയണം. എന്റെ ഭിക്ഷ അത് മാന്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ശരിക്ക് പണിയെടുക്കണം മോളെ. എടുത്തില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ എടുപ്പിക്കും. ഇങ്ങനെ കുട്ടികളെയൊക്കെ ദ്രോഹിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? നീ ഒരു സ്ത്രീയല്ലേ? ഒരു അമ്മയുടെ വേദന കുറച്ചെങ്കിലും നിനക്ക് മനസ്സിലാവില്ലേ? എന്റെ ജീവിതത്തില് എനിക്ക് വേദനകളില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദനകൾ എന്താന്ന് എനിക്ക് മനസ്സിലാവത്തുമില്ല. കൊച്ചിന്റെ ജീവൻ വല്ലവരുടെയും കൈ കൊടുത്തിട്ട് നിന്ന് പഴംപുരാണം വിളമ്പാതെ ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ കയ്യിൽ 2 ബോട്ടിൽസ് ഉണ്ട്. അതിലൊന്നിൽ ഉപ്പും മറ്റേതിൽ മുളക് പൊടിയാ. കയ്യിലേക്ക് നോക്കരുത്, എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നീ അത് രണ്ടും എന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ഇത് വെച്ച് എന്ത് മഹാപാപമാ ഞാൻ ചെയ്യേണ്ടേ? കിടന്ന് പിടയ്ക്കാതെ ഞാൻ കാര്യങ്ങൾ പറയട്ടെ. സത്യഭാമ ഉണ്ടാക്കി വെക്കുന്ന കറിയിൽ നീ ഉപ്പുപൊടി ഇടണം. മുളക് പൊടി ശാരദാമ്മയുടെ കറിയിലും. അതോടെ 2 പേരും ഔട്ട്. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണ്ടേ? ശ്യാമേ, നീ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കേ.